ഇനിയൊരവസരം കൂടി തരില്ല മന്ത്രി റിയാസ്. നാട് നീളെ ഫ്ലെക്സ് ബോർഡുകൾ നിരത്തി ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പരക്കം പായുകയാണ് റിയാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടു റോട്ടിൽ ഇതേ റിയാസിനെ ഷഫി പറമ്പിൽ വലിച്ചു കയറുന്നത്. 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കണമെന്നുമാണ് CPM എന്ന പാർട്ടി സകല നേതാക്കൾക്കും മന്ത്രിമാർക്കും നൽകിയ നിർദ്ദേശം. അതിനായി വലിയ PR വർക്കുകൾ നടത്തുകയാണ്. അങ്ങനെ മുഖം രക്ഷിക്കാൻ CPM അതിനുശേഷം വേണം അടുത്ത ഭരണം പിടിക്കാൻ എന്ന പദ്ധതി ഇടുന്നതിനിടയിലാണ് ഷഫി പറമ്പിൽ കണ്ടിടം വെച്ച് മന്ത്രി റിയാസിനെ വലിച്ചു കയറുന്നത്. ഇതോടെ വെട്ടിലായത് മരുമകനെ കൊമ്പത്തിരുത്താനുള്ള പിണറായി വിജയന്റെ പൂതി കൂടിയാണ്. എന്തായാലും ഷഫി പറമ്പിലിന്റെ ആ വീഡിയോ ഒന്ന് കാണാം. കുരിയാട് ഉണ്ടായതും ഇപ്പൊ കാസർഗോഡ് നിന്ന് കാണിച്ചതോ അല്ലെങ്കിൽ തൃശ്ശൂർ നിന്ന് കാണിച്ചതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഞങ്ങളിപ്പോൾ വടകര MLA ഇവിടെ കൂടെ നിൽക്കുന്നുണ്ട്. ഇവിടെ മടപ്പള്ളിയിലും അതുപോലെ തന്നെ മുക്കാളിയിലും ഒക്കെ റോഡിന്റെ 2 വശവും ഇടിഞ്ഞ് ഇവർ സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി വലിയ വിജയമാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയത് പൂർണ്ണമായും ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണിട്ട് അതിനെപ്പറ്റി പരാതി പറയാൻ തുടങ്ങിയിട്ട് 1 കൊല്ലമായി. ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതിന്റെ മേലെ 2 സൈഡിലും ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ടെക്നോളജി തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടുത്തെ സ്ഥലം കൂടി അക്വയർ ചെയ്തിട്ട് അത് NHAയുടെ ഭാഗമാക്കിയിട്ടില്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലവും വീടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. കുന്നിയോറ മലയിലെ പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ? എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുന്നുണ്ടോ? ഇതിപ്പോൾ പൂർണ്ണമായും പണി കഴിഞ്ഞ് റീൽസ് എടുത്ത വീഡിയോ പിന്നെ റോഡ് ആയതുകൊണ്ടാണ് അത് ഇത്രയും ആളുകളുടെ ശ്രദ്ധയപ്പെടുന്നത്. ഒറ്റപ്പെട്ട സംഭവമല്ല. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സൗകര്യങ്ങളിലേക്കുള്ളൊരു യാത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ക്ഷമിക്കുന്നത്, എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യണ്ടേ? ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മഴയുടെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി, കടകളിൽ വെള്ളം കയറി, ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ല, ഡ്രെയിനേജിൻ്റെ ഇന്നും ഔട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. സോയിൽ നെയിലിംഗ് നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണിന് ഫീസിബിൾ അല്ല, അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് അവിടുത്തെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികളും അഡ്വാൻസ് ആയി പറഞ്ഞിട്ടും അത് പറയാനുള്ള കോമ്പിറ്റൻസി നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉൾപ്പെടെ ഇവർ മെക്കെട്ട് കയറാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞ് താഴ്ന്നു വീണു. ഇപ്പോൾ കുരിയാടുണ്ടായത് എന്താ? ഞാൻ പറയുന്നത് ശരിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് റോഡും പാലോ അല്ലെങ്കിൽ പിന്നെ സൈഡ് ഭിത്തി മാത്രമല്ല. ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ അവകാശവാദങ്ങളും കൂടിയാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ മത്സരമാണ് ക്രെഡിറ്റ് എടുക്കാൻ, തെരുവിലെ ഫ്ലെക്സിന്റെ ഉത്സവമാണ് ക്രെഡിറ്റ് എടുക്കാൻ. പക്ഷെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ല. അപ്പോൾ ഇത് എൻ്റെ അല്ല അവൻ്റെ ആണെന്ന് പറഞ്ഞ് പരസ്പരം പഴി ചാരുക. എന്തായാലും ജനങ്ങൾ ദുരിതത്തിലാണ്. ഇത് പ്രോപ്പറായി ജനങ്ങളെ കേൾക്കാൻ, ജനപ്രതിനിധികളെ കേൾക്കാൻ, ലോക്കൽ ബോഡിയിലെ ആളുകളെ കേൾക്കാൻ ഇവരെ തയ്യാറാവണം. ഒരു തരം ധിക്കാരം നിറഞ്ഞ സമീപനമാണ് പല കാര്യങ്ങളിലും ഉണ്ടാവുന്നത്. പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ ഇല്ല. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പലപ്പോഴും നടപ്പിലാക്കുന്നില്ല. ഞാനിപ്പോൾ ഇന്ന സ്ഥലങ്ങളെല്ലാം വീണ്ടും സന്ദർശിക്കുന്നുണ്ട്. ഞങ്ങളിത് നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥരെ കൂട്ടി വന്ന് ഇത് കാണിച്ചു കൊടുത്തിട്ട് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത മഴയായി. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? എത്ര വീടുകളാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളും യാത്ര പ്രശ്നങ്ങളൊക്കെ ജനങ്ങളും ഉണ്ടാത്തത് വലിയൊരു സൗകര്യം വരട്ടെ, താൽക്കാലികമുള്ളൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളും വേറെ ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിനും പോവാത്ത അതിൻ്റെ പേരില്ല. പക്ഷെ അതിങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ അതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുക. അപ്പൊ ഈ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നവർ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാവണം. ജനങ്ങളുടെ ദുരിതത്തിന് ഉത്തരവാദിത്വവും മറുപടിയും പറയാൻ തയ്യാറാവണം. പിന്നെ വേണ്ടേ? അല്ല, അവരുടെ അന്വേഷണം നടത്തുമ്പോഴത്തേക്കും അവരെന്താ പറഞ്ഞതിൽ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കോടികൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകുന്ന കണ്ടു വരുമോ? മണ്ണല്ലല്ലോ ഇടിഞ്ഞു പോകുന്നത്, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ച കോടികളല്ലേ. ഞാൻ അത് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര പൈസ വേണ്ടി വരും? അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ആഴ്ചയിൽ റിവ്യൂ, ഉച്ചക്ക് റിവ്യൂ, വൈകുന്നേരം റിവ്യൂ, 2 ആഴ്ച കൂടുമ്പോൾ റിവ്യൂ, മുഖ്യമന്ത്രിയുടെ റിവ്യൂ, മന്ത്രിയുടെ റിവ്യൂ, കേന്ദ്രത്തിന്റെ റിവ്യൂ, സന്ദർശനം, റീലുണ്ടാക്കല്, ഡ്രോൺ വീഡിയോ പിടിക്കല്, ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്, മന്ത്രിമാർക്കുണ്ട്. അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ ഒരു ഏജൻസിയെ കൊണ്ട് നടത്തണം. കാരണം ഇപ്പൊ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ വന്നത് എന്താ? ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. ഒരു പാളിച്ചയും സംഭവിക്കാതെ ഇതെങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്?